സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ ഒക്ടോബർ 19, 2025. ഏലിയാസ് ലേവ മൂശാക്കാലം 3-ാം ഞായർ. ഏശയ്യ 41-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഗലാത്തിയ 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധിയുടെ തലയെടുപ്പ്. രചന ഷാജു അച്ചിനിമാടൻ. ആഖ്യാനം ഏഞ്ചൽ ഷിജോയ്. ദൈവം തന്റെ സ്നേഹഭാജനങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ടവരുമായ ജനത്തോട് ശത്രുക്കളെയോ ചുറ്റുപാടുകളെയോ ഭയപ്പെടേണ്ട, ദൈവമായ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുറപ്പു നൽകുന്ന ഏശയ്യയുടെ പുസ്തകഭാഗം. വീണുപോകുന്നവരെ കൈപിടിച്ചുയർത്താനും പരസ്പരം സ്നേഹത്തിൽ വർത്തിക്കാനും ആഹ്വാനം ചെയ്യുന്ന ലേഖനഭാഗം. സൃഷ്ടപ്രപഞ്ചത്തിന്റെ നിയന്താവും പരമാധികാരിയും സമാധാനത്തിന്റെ രാജാവുമായ ദൈവത്തെയും തിന്മയുടെയും അശുദ്ധിയുടെയും ദുഷ്ടശക്തികൾക്കുമേൽ വിജയം നേടുന്ന മിശിഹായെയും ഒരുമിച്ച് കണ്ടുമുട്ടുന്ന സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ വിചിന്തന വിഷയം. ശാന്തം, ഭയാനകം. ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയെ അനുസ്മരിപ്പിക്കുന്ന സുവിശേഷ സംഭവം. പ്രശാന്തമായ പ്രകൃതി സംഗീതസാന്ദ്രമായ പൊതുഭവനം തീർക്കുന്നു. മനുഷ്യരും മറ്റു ജന്തുജീവജാലങ്ങളും ഒരുമയിൽ സഹവസിക്കേണ്ട സ്നേഹകൂടാരം. കാടിനും കാറ്റിനും പുഴകൾക്കും കടലിനും മഴയ്ക്കും ഇടിമുഴക്കത്തിനും വരെ ശ്രുതിയും താളവുമുണ്ട്. പ്രപഞ്ചശില്പിയായ ദൈവം സദാ പ്രശാന്തതയിൽ വ്യാപരിക്കുന്നു. വിശ്രമവും ഗാഠനിദ്രയും പ്രശാന്തതയിൽ വ്യാപരിക്കുന്നവരുടെ അടയാളമാണ്. സഭാനൗക എന്ന പ്രയോഗത്തിന് ഏറെ പ്രചാരമുണ്ട്. അമരത്തുള്ളവനും തോണിയിലുള്ളവരും പ്രശാന്തിയുടെ അനുഭവത്തിലായിരുന്നു കാണും. പെട്ടെന്നുണ്ടായ കാറ്റും തിരമാലയും തോണിയെ വല്ലാതെ ഉലച്ചു. ശിഷ്യർ ഭയപ്പാടിലായി. പ്രകൃതി താളത്തിന് ഭംഗം വരുമ്പോൾ അധിവസിക്കുന്നവരിൽ ഭയം ഇരച്ചു കയറും. പരിഭ്രാന്തരായ ശിഷ്യർ ഒന്നടങ്കം മുറവിളി കൂട്ടി ഗുരുവിനെ ഉണർത്തി. അവിടുത്തെ ആജ്ഞയ്ക്ക് മുമ്പിൽ കാറ്റും തിരമാലകളും ശാന്തമായി. ജീവിത വ്യഗ്രതകൾ, ഭയാശങ്കകൾ, പ്രക്ഷുബ്ധ മനോവ്യാപാരങ്ങൾ, തീരുമാനമെടുക്കാൻ കഴിയാത്ത അനിശ്ചിതാവസ്ഥ. ഉണർത്തേണ്ടത് തോണിയിലുള്ള അമരക്കാരനെ, എന്റെ ഉള്ളിലുള്ള കർത്താവിനെ അത്രേ. ദൈവം കൂടെയുണ്ടെന്ന അവബോധവും ഉൾവാസാനുഭവവും കുറയുമ്പോൾ അല്പവിശ്വാസം ഒരു പ്രതിസന്ധിയാകും. അകമേ ഐക്യം, പുറമേ ശാന്തത. അകമേ ഐക്യമില്ലാത്ത വിശ്വാസ സമൂഹങ്ങൾ പെരുകുന്ന അശാന്തിയുടെ കാലത്ത് നിസാരങ്ങളെയും അസാരങ്ങളെയും അവഗണിച്ച് സർവസാരമായ ഏക ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് തീർത്ഥാടനം ചെയ്യാൻ ഈ സുവിശേഷഭാഗം നമ്മോട് പറയാതെ പറയുന്നുണ്ട്. ഒരേയൊരു ലക്ഷ്യം, ജീവന്റെ രക്ഷ. കൊടുങ്കാറ്റും തിരമാലകളും നിശ്ചയമായും ബാഹ്യഭീഷണികളാണ്. രക്ഷിപ്പാൻ രക്ഷകനോട് ഒരേ സ്വരത്തിൽ അവർ അലറിക്കരഞ്ഞു കാണും. വിഭാഗീയത നിറഞ്ഞ കോലാഹലങ്ങളേക്കാൾ വിശ്വാസികളുടെ ഒരുമയിലുള്ള അർത്ഥനകളാണ് ദുരന്തമുഖത്തും കടുത്ത രോഗാവസ്ഥയിലും യുദ്ധക്കെടുതി അനുഭവിക്കുന്നിടങ്ങളിലുമൊക്കെ ഉയർന്നിട്ടുള്ള തരം ഒരുമയുടെ ഏറ്റുപാട്ടാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യമാവുക. ഗാസയിലും യുക്രൈനിലും മണിപ്പൂരിലും മറ്റ് യുദ്ധദുരന്തബാധിത പ്രദേശങ്ങളിലും പ്രതിധ്വനിച്ച കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും വാവിട്ടുള്ള കരച്ചിൽ ഇപ്പോഴും മനുഷ്യസ്നേഹികളെ വേദനിപ്പിക്കുന്നു. സഭയിലും സഭേതര ഭൂമികളിലും ആഞ്ഞടിക്കുന്ന വിദ്വേഷത്തിന്റെയും വിഭാഗിതയുടെയും കാറ്റും തിരമാലകളും സോഷ്യൽ മീഡിയയിൽ തലതല്ലി പദം വന്നാലും കേൾക്കേണ്ടവർ ചെവി കൊടുക്കാത്ത, പരിഹരിക്കാൻ ചെറുവിരലനക്കാത്ത ഒരു ദുരവസ്ഥയുണ്ട്. സമന്വയത്തിന്റെ ഈണവും സമവായത്തിന്റെ താളവുമൊക്കെ കൂടിക്കലർന്ന നിലവിളികൾ ഉയരുമ്പോൾ സമാധാനത്തിന്റെ രാജാവ് ഇടപെടുക തന്നെ ചെയ്യും. അല്പവിശ്വാസവും തജ്ജന്യമായ ഭയവും അവിടുത്തെ ഇടപെടലിന് തടസ്സമാകാതിരിക്കട്ടെ. വിശാല സമൂഹത്തിലും സ്ഥിതി മറ്റൊന്നല്ല. സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് പ്രഥമ പ്രാധാന്യം നൽകിയിരുന്ന ജനാധിപത്യ രാജ്യങ്ങൾ ഒന്നൊന്നായി ഏകാധിപത്യ ശൈലിയിലേക്ക് കളം മാറ്റി ചവിട്ടുന്നതും യുദ്ധത്തിന്റെയും ഞെരുക്കത്തിന്റെയും കെട്ടകാലത്ത് യുദ്ധ സാമ്പത്തിക നയ ഭീഷണികൾ വഴി പൗരസ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്നതും അശരണരായ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളും അഭിലാഷങ്ങളും ഏകാധിപതികൾ വിഴുങ്ങിക്കളയുന്നതും ഓരോ ദേശത്തെയും പൗരന്മാരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അഭിപ്രായം പറയാൻ പോയിട്ട് സങ്കടപ്പെടാനും കണ്ണീർ പൊഴിക്കാൻ പോലും അവകാശമില്ലാത്ത നിരായുധരായ അസംഖ്യം മനുഷ്യർ. അവർ പക്ഷേ ഒരു വിമോചകന്റെ രംഗപ്രവേശം കാത്തുകാത്തിരിക്കുന്നു. ലോകം അക്രമത്തിലും അരാജകത്വത്തിലും മുങ്ങിത്താഴുമ്പോൾ ദീനരുടെ വിമോചനത്തിനു വേണ്ടി ദൈവകരം ഉയരുക തന്നെ ചെയ്യും. അശുദ്ധിയുടെ നിഷ്ക്രമണം.
തടാകത്തിന്റെ മറുകരയിൽ ഗദരായരുടെ നാട്ടിൽ യേശു അശുദ്ധാത്മാവ് ബാധിച്ച രണ്ടുപേരെ കണ്ടുമുട്ടുന്നതും അനുബന്ധ സംഭവ വികാസങ്ങളുമാണ് രണ്ടാമത്തെ എപ്പിസോഡ്. തിന്മയുടെ കൊടും ശക്തികൾ സർവ്വനന്മ സ്വരൂപനായ ദൈവത്തെ തിരിച്ചറിയുന്നതുകൊണ്ടാണ് തങ്ങളെ ഉപദ്രവിക്കരുതെന്ന് കേഴുന്നത്. താൻ വസിക്കേണ്ട തന്റെ മക്കളുടെ ഉള്ളിൽ ചേക്കേറിയ തിന്മയുടെ മൂർത്തികളെ യേശു അഭിസംബോധന ചെയ്യുന്നു. ദൈവമനുഷ്യരിൽ നിന്നുള്ള അശുദ്ധാത്മാക്കളുടെ പലായനം വളരെ നാടകീയമായി തോന്നും. തിന്മയും നന്മയും ശുദ്ധിയും അശുദ്ധിയും ഒരുമിച്ച് വാഴേണ്ട ഇടമല്ല മനുഷ്യഹൃദയം. അശുദ്ധിക്ക് സ്വൈര്യവാസം നടത്താനാകാത്ത വിധം മനുഷ്യഹൃദയത്തിൽ നിരന്തരം വസിക്കുന്ന ദൈവാത്മാവ് മനസ്സിന്റെ സൂക്ഷ്മ വ്യാപാരങ്ങൾ അറിയുന്ന ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്ക് അകവും പുറവും എവിടെയും ദൈവിക സാന്നിധ്യമാണ് അനുഭവപ്പെടുക. അവരുടെ സഞ്ചാരം തന്നെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നു. രക്ഷകനെ ഒരു നോക്ക് കണ്ടതോടെ ഭൂമിയിലെ ജീവിതം സഫലമായെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് തന്നെ ഡിപ്പാച്ചോ ചോദിച്ചു വാങ്ങുന്ന പ്രവാചകനായ ശിമയോനെ ഈ സുവിശേഷ ഭാഗത്ത് ഒരു വേള നമ്മൾ ഓർത്തുപോകുന്നു. ശിമയോൻ തന്റെ ചലനങ്ങളും സഞ്ചാരങ്ങളും ദൈവത്തിന് വിട്ടുകൊടുത്തു. തന്റെ ജീവചരിത്രം രചിക്കുന്നത് ദൈവമാണെന്നറിഞ്ഞു. ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്ന വഴികളിലൂടെയാണ് താൻ നടക്കുന്നതെന്ന് യൗസേപ്പിനെ പോലെ വിശ്വസിച്ചു. അശുദ്ധാത്മാക്കളുടെ വീഴ്ച വീണ്ടെടുക്കാനാകാത്ത വിനാശത്തിലേക്ക്, ശുദ്ധാത്മാക്കളുടെ ആരോഹണം സ്വർഗീയ സിംഹാസനത്തിലേക്കും. നിവർന്നു നിൽക്കുന്ന മനുഷ്യർ. ദൈവതിരുമുമ്പിൽ നിവർന്നു നിൽക്കാൻ മനുഷ്യരെ പ്രാപ്തരാക്കുന്നത് വിശുദ്ധിയും വിശുദ്ധ ജീവിതവുമാണ്. മനുഷ്യശരീരം വിശുദ്ധിയുടെ പേടകമാണ്. സത്യത്തിലും നീതിയിലും നന്മയിലും വ്യാപരിക്കുന്നവർക്ക് മാത്രമേ ദൈവതിരുമുമ്പിൽ തലയുയർത്തി നിൽക്കാൻ കെൽപ്പുണ്ടാകൂ. മനുഷ്യന്റെ പരിണാമചരിത്രത്തിൽ വളരെ നിർണായകമായ ഘട്ടമായിട്ടാണ് രണ്ടു കാലുകളിൽ നിവർന്നു നിൽക്കാനും നടന്നു നീങ്ങാനും പ്രാപ്തി നേടിയത് കണക്കാക്കപ്പെടുന്നത്. മനുഷ്യരെ മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഒരു ഘടകമാണിത്. മനുഷ്യൻ കുനിഞ്ഞു നടക്കുന്നത് പോലും ക്രിസ്തുവിനിണങ്ങിയതല്ല. കുനിഞ്ഞു നടക്കുന്നവർക്ക് വിശാലമായ ആകാശമാണ് നഷ്ടമാകുക. അശുദ്ധിയാലും കളങ്കത്താലും തല കുനിക്കുന്നവർക്ക് വിശാലമായ പർദീസയാണ് നഷ്ടപ്പെടുക. മനുഷ്യരിൽ കുടിയേറിയ അശുദ്ധിയുടെ ആത്മാക്കളെ മനുഷ്യ ശരീരത്തിൽ നിന്ന് ആട്ടിയോടിക്കുന്നത് തല നേരെ നിൽക്കാത്ത പന്നികളിലേക്കാണ്. തുടർന്ന് പിശാചിന്റെ ആവാസസ്ഥലമെന്ന് അക്കാലത്ത് വിശ്വസിച്ചിരുന്ന ആഴക്കടലിൽ അവയൊക്കെയും നശിച്ചു പോകുന്നു. തിന്മയ്ക്കുമേൽ അന്തിമ വിജയം നന്മയ്ക്കാണെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന സുവിശേഷഭാഗം മനുഷ്യരാശിയിൽ നിന്ന് തന്നെ തിന്മയുടെ നിഷ്ക്രമണം ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഉദ്ബോധിപ്പിക്കുന്നു. മനുഷ്യവ്യക്തിയുടെ അന്തസ്സിന് യോജിച്ച പുണ്യങ്ങൾ സ്വായത്തമാക്കി അവ ജീവിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത്. ശരീരം ദേവാലയമാണെന്നത് കേവലം അലങ്കാര പ്രയോഗമല്ല. നിർദോഷരും നിഷ്കളങ്കരുമാകാനും വക്രതയുള്ള തലമുറയിൽ കുറ്റമറ്റ ദൈവമക്കളാകാനും തിന്മ പ്രവർത്തിക്കുന്നവരുടെ മധ്യേ വെളിച്ചമായി പ്രകാശിക്കാനുമാണ് മനുഷ്യർ വിളിക്കപ്പെട്ടിരിക്കുന്നത്. സത്യം മറയ്ക്കാൻ മനസ്സ് ശ്രമിക്കുമ്പോഴൊക്കെ സമ്മർദ്ദവും വർദ്ധിക്കുന്നു. മനുഷ്യന്റെ രൂപകൽപ്പന തന്നെ സത്യം പറയാനും നന്മ പ്രവർത്തിക്കാനും യോജിച്ച വിധത്തിലാണ്. നുണപരിശോധനയ്ക്ക് കണ്ണിന്റെ കൃഷ്ണമണിയുടെ ചലനങ്ങൾ നിർണായകമാകുന്ന മനഃശാസ്ത്ര സമീപനം സത്യത്തിൽ വ്യാപരിക്കുന്നതാണ് മനുഷ്യന്റെ സ്വാഭാവിക പ്രകൃതമെന്ന് വെളിവാക്കുന്നു. ശരീരത്തിന്റെ ഭാഗമായ എല്ലാ അവയവങ്ങളെയും ചേർത്ത് നിർത്തുന്ന സഹിതഭാവം മനുഷ്യന്റെ സ്വാഭാവികതയാണെന്ന് ഫാന്റം ലിംബ് പ്രതിഭാസം വ്യക്തമാക്കുന്നുണ്ട്. പുറത്താക്കലും ഒഴിവാക്കലും വേദനിപ്പിക്കുമ്പോൾ ഉൾച്ചേർക്കുന്നതും ഒപ്പം നടക്കുന്നതും പുണ്യമായി പരിണമിക്കുന്നു. അശുദ്ധാത്മാക്കൾ വിട്ടുപോയ മനുഷ്യരെ ദൈവജനത്തിന്റെ ഗണത്തിലേക്ക് പുനഃപ്രവേശിപ്പിക്കുന്നതാണ് ഉദ്ബോധനത്തിന്റെ ഹൈലൈറ്റ്. ലാഭനഷ്ടങ്ങളുടെ സൂക്ഷിപ്പുകാർ. അശുദ്ധിയിൽ അഭിരമിച്ച ദുഷ്ടാത്മാക്കൾ വിനാശത്തിന്റെ ആഴങ്ങളിൽ അദൃശ്യമാകും. വിശുദ്ധിയെ പുൽകുന്നവർ സർവനന്മ സ്വരൂപനിൽ വിലയം പ്രാപിക്കും. അശുദ്ധിയെ കൈവെടിഞ്ഞ രണ്ടു മനുഷ്യർ നിത്യതയിലേക്ക് നടന്നടക്കുന്നവരുടെ സഹയാത്രികരായി ചേർന്നു. തങ്ങളുടെ നിത്യവൃത്തിക്ക് ആശ്രയിച്ചിരുന്ന പന്നികൾ ചത്തൊടുങ്ങിയതിൽ പരിതപിച്ച ദേശക്കാർ തങ്ങൾക്ക് സംഭവിച്ച നഷ്ടത്തിന്റെ കണക്കുകളിൽ നിരാശരായി. യേശുവിനോട് അവരുടെ ദേശം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു. സകലതിനും ലാഭനഷ്ടങ്ങൾ കണക്കാക്കുന്നവർ സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ഇന്നത്തെ ലോകത്ത് പ്രബലമായിക്കൊണ്ടിരിക്കുന്ന ഈ ചിന്താരീതി മുന്നോട്ട് വയ്ക്കുന്ന ചില തത്വങ്ങൾ നീതിയിലുള്ള മനുഷ്യരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. വ്യാപാരത്തിൽ ലാഭമുണ്ടാകണമെങ്കിൽ
ധാർമ്മികത നോക്കരുത്. അധികാരം നേടാനും നിലനിർത്താനും അനീതിയോട് സന്ധി ചെയ്യാൻ തയ്യാറാകണം. തനതായ ആചാരങ്ങളാൽ ഭക്തരെ ആകർഷിച്ചാൽ മാത്രമേ സമുദായങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. സമ്പന്നരോടും അധികാരികളോടും എതിർത്തിട്ട് കാര്യമില്ല. സത്യമെന്നൊന്നില്ല, വിജയിക്കുന്ന നുണകൾ മാത്രം സ്ഥാപിക്കപ്പെടും. നീതിപൂർവം ജീവിക്കണമെന്ന് ശഠിച്ചാൽ ഒറ്റപ്പെടും. പ്രത്യയശാസ്ത്രങ്ങൾ കാലഹരണപ്പെടും. പ്രായോഗികമായ സമീപനങ്ങളാണ് കൈക്കൊള്ളേണ്ടത്. ലോകത്തിലെങ്ങും അലയടിക്കുന്ന ഈ തത്വങ്ങൾ പൊതുനന്മയും പൊതുഭവനവും പ്രഥമപ്രധാനമെന്ന് കരുതുന്നവരിൽ വേദനയുളവാക്കുന്നുണ്ട്. പൊതുനന്മയും ദൈവകൃപകളുടെ സമൃദ്ധിയും തേടുന്നവർ ധ്യാനാത്മകമായി ചിന്തിക്കുന്നു. അവർ ലൗകിക നഷ്ടങ്ങൾ കേവലവും നിസ്സാരവുമായി എണ്ണുന്നു. ലോകത്തിന്റെ ദൃഷ്ടിയിൽ പ്രായോഗിക ബുദ്ധിയില്ലാത്ത ഇവർ വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭോഷന്മാരാണ്. മനുഷ്യരേക്കാൾ ജ്ഞാനമുള്ള ദൈവത്തിന്റെ ഭോഷത്വവും മനുഷ്യരേക്കാൾ ശക്തമായ ദൈവത്തിന്റെ ബലഹീനതയും അവർ സ്വീകരിക്കുന്നു. അവർ എണ്ണത്തിൽ കുറവെങ്കിലും ദൈവരാജ്യത്തിന് മുതൽക്കൂട്ടാണ്. വാൽകഷ്ണം. വിഷപാനീയം കുടിക്കും മുമ്പേ സോക്രട്ടീസിന്റെ ഭാര്യ അവസാനമായി തടവറയിൽ സന്ദർശിക്കാനെത്തി. ഞാൻ ഇന്നോളം നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലായിരുന്നു. മരണത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന സോക്രട്ടീസ് ശാന്തമായി മറുപടി പറഞ്ഞു. സന്താപ്പ, നീ വെറുതെ കള്ളം പറയുകയാണ്. നിന്റെ കലഹങ്ങൾക്കും പരുഷമായ വാക്കുകൾക്കും പിന്നിൽ നീ ഒളിപ്പിച്ചുവെച്ചത് നിന്റെ സ്നേഹം തന്നെയായിരുന്നല്ലോ. ഇത് കേട്ട മാത്രയിൽ വാവിട്ട് കരഞ്ഞ് അവൾ ബോധരഹിതയായി. അല്പവിശ്വാസത്തിനും അശുദ്ധിയിൽ വ്യാപരിച്ചതിനും സ്നേഹം തന്നെയായ ദൈവം അനുകമ്പയോടെ സഹാനുഭൂതിയോടെ ഇടപെടുന്ന മനോഹര ചിത്രമാണ് രണ്ട് സംഭവങ്ങളിലും പ്രകാശിതമാകുന്നത്. ദൈവത്തിന്റെ കരുതലുള്ള സ്നേഹത്തിന് മനുഷ്യകുലം എത്ര കണ്ട് നന്ദിയുള്ളവരായിരിക്കണം. ദൈവിക ദാനങ്ങളായ വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും സമൃദ്ധിക്കു വേണ്ടി പ്രാർത്ഥിക്കാം. സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ. വിശുദ്ധിയുടെ തലയെടുപ്പ്. ലേഖകൻ ഷാജു അച്ചിനിമാടൻ. സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമാണ് ലേഖകൻ. ആഖ്യാനം ഏഞ്ചൽ ഷിജോയ്.